ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ കായ്പോളയുടെ റെസിപ്പിയാണ്. അതിനായി ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 നേന്ത്രപ്പഴം അരിഞ്ഞത് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ് എടുക്കേണ്ടത്. നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഇനി തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 5 മുട്ട ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും 2 ഏലക്കായും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ നേരത്തെ മാറ്റിവെച്ച പഴം ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കാഷ്യൂവും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഇത് കായ്പോളയുടെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂവും കിസ്മിസും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.